പ്രണയമഴ പാർട്ട് 2. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അല്ല, ഇതാര് കൃഷ്ണനോ? ഗോപികയെ കാണാൻ കടലുകൾ താണ്ടി വന്നതാണോ പഞ്ചാര വിതറാൻ? ചോദിച്ചുകൊണ്ടൊരു ചിരിയോട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചിഞ്ചു. ദയ ഒന്ന് നോക്കിയ ശേഷം ബെഡ്റൂമിലേക്ക് പോകാനായി തിരിഞ്ഞു. അതിനെങ്ങനെയാ ചിഞ്ചു? എൻ്റെ പഞ്ചാര സ്വീകരിക്കാനുള്ള ആളൊന്നും പ്രസാദിക്കുന്നില്ലല്ലോ. ഒരു സങ്കടത്തോടെ ദയയെ നോക്കി പറഞ്ഞവൻ. നീ എന്നോട് ഇപ്പോഴും പിണക്കാണോ ദയ? അവൻ്റെ മുഖത്തൊരു ദയനീയത നിറഞ്ഞു. അവനെ നോക്കിയൊന്ന് ചിരിച്ചവൾ. എന്തിന്? ഏയ്, ഒരിക്കലും ഇല്ല. അതും പറഞ്ഞ് അവിടെ നിന്നും പോയിരുന്നവൾ. അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലായിരുന്നു ഹരിക്ക്. അതിനെന്നാ ഇങ്ങോട്ടേക്ക് വിതറിക്കോ, ഇവിടെ എന്തും സ്വീകരിക്കും ഹരികൃഷ്ണ. അതും പറഞ്ഞ് തലകുനിച്ച് കൈകൾ വെളുത്തിയെന്ന് ചിഞ്ചു. അയ്യടാ, വിതറാൻ പറ്റിയൊരു മുതല്. അവളുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു അവൻ. വിട്ടു വിട്ടു പ്ലീസ്. അതും പറഞ്ഞ് ചിണുങ്ങി ചിഞ്ചു. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിലെ പിടുത്തമിട്ടു ഹരി. എന്റെ ചെവി കറുത്താവേ, ദുഷ്ടം, എന്റെ ചെവി പറഞ്ഞു പോയല്ല, പോ. ഒരു കുസൃതിയോടെ പറഞ്ഞ് ചിഞ്ചു. അവൾക്കെന്നോട് പൊറുക്കാൻ പറ്റൂടി. ജീവിതത്തിൽ അവൾ അടിതെറ്റി വീണപ്പോൾ കൈ കൊടുത്ത് താങ്ങി നിർത്തേണ്ടവനായിരുന്നു ഞാൻ. പക്ഷെ അമ്മ ഒരുപാട് സ്നേഹിച്ചെനിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല ചിഞ്ചു. പക്ഷേ നിങ്ങൾ അവൾക്ക് ആരുമല്ലാതിരുന്നിട്ടും ആരൊക്കെയോ ആയി മാറി. അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. എൻ്റെ ഹരികൃഷ്ണ, നാണല്ലേ? ഈ 6 പാക്ക് ബോഡി നിനക്ക് ചേരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലാ. പറഞ്ഞുകൊണ്ട് അവൻ്റെ വയറിന് കുനിഞ്ഞൊരു കുത്തു കൊടുത്തു. നമുക്കെല്ലാം ശരിയാക്കാന്നേ, ഒരു നോവോട് കൂടി പറഞ്ഞ് ചിഞ്ചു. ആള് മുകളിൽ റൂമിൽ കാണും, പോയി കണ്ടിട്ട് വാ എന്നും പറഞ്ഞ് ഹരിയെ മുകളിലേക്ക് പറഞ്ഞു വിട്ടിയെന്ന് ചിഞ്ചു. ജനലിൻ്റെ അടുത്ത് ചുമലിൽ ചാരി നിൽക്കുന്ന ദയ മിഴികൾ പതിയെ അടച്ചത് ഒരു തിരശീലയിൽ എന്ന പോലെ ഓരോ സംഭവങ്ങളും മിന്നിമാഞ്ഞു പോയി. ഹരികൃഷ്ണൻ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ. കിച്ചേട്ടാന്നായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ കളിക്കൂട്ടുകാരൻ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയപ്പോൾ ഒരു സമ്മാനം തരാമെന്നും പറഞ്ഞു പിടിച്ച് ഓടി. ശേഷം ആ പാർക്കെട്ടിനും പരിസരത്തും ആരുമില്ലെന്ന് കണ്ടതും കെട്ടിപ്പിടിച്ച് ഉമ്മ കിച്ചേട്ടൻ. ആ പ്രവൃത്തിയിൽ ആകമൊത്തം സ്തംഭിച്ചു പോയിരുന്നു താൻ, ഒന്നനങ്ങാൻ പോലും കഴിയാതെ. എടി ഒരുമ്പെട്ടോളെ! ഒരലറലായിരുന്നു അപ്പച്ചി. അവരെൻ്റെ ഇരുകവിളിലും മാറി മാറി അടിച്ചു. എന്റെ കുഞ്ഞിനെ ചീത്തയാക്കാൻ നോക്കുന്നൊരു അസത്തെ! സ്വന്തം മകനോട് ചോദിക്കേണ്ട ഈ ചോദ്യം തന്നിലേക്കാണ് വന്ന് പതിച്ചത്. ആ വേദനക്കിടയിൽ ഒന്ന് നോക്കിയിരുന്നു കിച്ചേട്ടനെ. ഒന്നും മിണ്ടാതെയുള്ള ആ നിൽപ്പ് തന്നിൽ മുട്ടിയിട്ട പ്രണയത്തിന്റെ മനസ്സൊരു തണ്ടോടൊടിച്ചു കളഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ അപ്പച്ചി എന്നെ വാക്കുകൾ കൊണ്ട് വലിച്ചു കീറുമ്പോൾ അപ്പോഴും മൗനത്തെ കൂട്ടുപിടിച്ചു കിച്ചേട്ടൻ. പക്ഷേ കിച്ചേട്ടൻ വീണ്ടും പ്രണയമായി വന്നപ്പോൾ വാശിക്ക് മുമ്പിൽ തോൽക്കേണ്ടി വന്ന അപ്പച്ചിക്ക്. ഒരു ജോലിയൊക്കെ ഇട്ടിട്ട് കല്യാണമെന്ന് ഉറപ്പിച്ചു. അന്നെല്ലാം നഷ്ടപ്പെട്ട ആശുപത്രിയുടെ 4 ചുമരുകൾക്കുള്ളിൽ പിടയുമ്പോൾ ഒന്ന് വരും, ചേർത്തു പിടിക്കുമെന്ന് ആശിച്ചിരുന്നു ഞാൻ. പക്ഷെ പിഴച്ചവളെ വേണ്ടാന്ന് അപ്പച്ചി പറഞ്ഞു. അവിടെയും മൗനം. അന്നെനിക്ക് വേദനിച്ചിരുന്നില്ല, മറിച്ച് ആകെ മൊത്തൊരു മരവിപ്പായിരുന്നു. ഹരി റൂമിലേക്ക് ചെല്ലുമ്പോൾ ജനൽ കമ്പിൽ പിടിച്ച് എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ് ദയ. നീ എൻ്റെ കൂടെ വരില്ലേ? അച്ഛമ്മ കൊടുത്ത വാക്ക് പാലിക്കേണ്ട നമുക്ക്. അമ്മയെക്കുറിച്ച് ഓർക്കണ്ട, നിനക്ക് ഞാനില്ലേ? അവനവളുടെ കൈ പിടിച്ച് ശക്തിയിൽ വലിച്ചു. എല്ലാത്തിനും മാപ്പ്, എന്നോടൊന്ന് ക്ഷമിച്ചൂടെ നിനക്ക്? നേരിയ പ്രതീക്ഷയോടെ തന്നെ ചോദിച്ചവൻ. എൻ്റെ മനസ്സിൽ കിച്ചേട്ടൻ ഇല്ലായിരുന്നു ഞാൻ പറയില്ല, പക്ഷേ അത് ഞാൻ എന്നെ പിഴുതെറിഞ്ഞു. എൻ്റെ പ്രണയം അതിപ്പോൾ കിച്ചേട്ടനല്ല, അപ്പച്ചിക്ക് ചേർന്നൊരു മരുമകളാകാൻ എനിക്ക് പറ്റില്ല. ഒരുപക്ഷെ അപ്പച്ചി കഴിഞ്ഞാലും എനിക്കിനി കഴിയില്ല. കിച്ചേട്ടൻ പോയിക്കോളൂ, ഞാൻ ഹാപ്പിയാ. ഈയിടം വിട്ട് ഇവിടെ ഉള്ളവർ വിട്ട് എനിക്കൊരു ജീവിതമില്ല ഒരിക്കലും അവിടെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂക്കൾ മുട്ടിട്ടിരുന്നു. കിച്ചേട്ടാ, അപ്പച്ചിയെ പേടിക്കാൻ നേരെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ചിഞ്ചുവിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ? അവൾക്ക് എന്തോ പറയാനായി വന്നു. അത് പൂർത്തിയാകാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി ഹരികൃഷ്ണൻ. എനിക്കറിയാം, നിന്നെ നോവിച്ച പോലെ അവളെയും ഞാൻ നോവിച്ചാലേ ആൽബി എന്നെ പഞ്ഞിക്കിടും പറഞ്ഞുകൊണ്ട് അവനും ചിരിച്ചു. നീ വരുന്നില്ലേ താഴേക്ക്? അവനെ ആൽബി കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതും പറയാൻ താഴേക്ക് ചെന്നപ്പോൾ മൂട്ടിന് തീ പിടിച്ചടക്കുകയാണ് ചിഞ്ചു. എന്തു പറഞ്ഞു അവളെന്ന് ചോദിച്ച് ഓടി വന്നിരുന്നു ഹരിയുടെ അടുത്തേക്ക് ചിഞ്ചു. അത് 8 നിലയിൽ പൊട്ടി. ആ പരിപ്പിനെ അവൾ വേവൂല, അത്ര തന്നെ. ഉള്ളിലെ നോവ് മറച്ചു വെച്ച് അവനൊന്ന് ചിരിച്ചു. വേണ്ട ചിഞ്ചു, അവൾക്ക് ഞാൻ ചേരില്ല. എന്നെ പോലെ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് പറഞ്ഞല്ല അവളെപ്പോലെ ഒരു പെണ്ണിന്. പിന്നെ ഞങ്ങളുടെ ഇടയിലൊന്നും 1 സൈഡായിരുന്നില്ലേ? അപ്പോൾ ഇനി ചാപ്റ്ററോടെ ക്ലോസ്. പിന്നെ ഞാനിവിടെ വരുന്നവരെ തിരിച്ചു പോകുമ്പോൾ അവളെ കൂടെ കൂട്ടണം തന്നെയായിരുന്നു. അമ്മ ഇതിൽ പറഞ്ഞാലും അവളെയും കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവളെ കണ്ടപ്പോൾ മുതൽ ഞാൻ കാണുകയായിരുന്നു അവളുടെ കണ്ണുകളിൽ. അവളുടെ മനസ്സ് വേറെ എവിടെയാണ് ചിഞ്ചു. പറയുമ്പോൾ അവൻ്റെ ഹൃദയം വിങ്ങി. ആണോ? അങ്ങനെ തോന്നിയ ഹരിയേട്ടന്? എനിക്കും തോന്നി തുടങ്ങി. കുറച്ച് ദിവസമായിട്ട് ആ മനസ്സിലെന്തോ കൂട്ടിച്ചാത്തം കയറിയിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ നഖം കടിച്ചു. ഈ സമയത്താണ് ആൽബിയുടെ ജീപ്പ് അവിടേക്ക് വന്ന് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന അവനെ കണ്ടതും ഹരിയുടെ കണ്ണീരുണ്ടിപ്പോൾ പുറത്തേക്ക് വീഴുന്ന പോലെയായിരുന്നു. അവനൊന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ ശേഷം ആ നോട്ടം ചെന്ന് നിന്ന് ചിഞ്ചുവിലായിരുന്നു. ഇതെന്തോ നാടി, കാടുകളക്കി വന്നതോ? ഈ നാട്ടിൽ ബാർബർ ഷാപ്പൊന്നുമില്ലേ? ഫസ്റ്റ് അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? നാട്ടിലിപ്പോൾ ഇതല്ലേ ട്രെൻഡ്. ആൽബിയെ നോക്കിയ ശേഷം ഹരിയോട് പറഞ്ഞ് ചിഞ്ചു.
നീ എപ്പോ ഒന്ന് അബുദാബിന്ന്? ആൽവി ഹരിയോടായി ചോദിച്ചു. ഇന്നലെ രാവിലെ ഒന്ന് സുഖമായിട്ട് ഉറങ്ങി, ഇന്നിങ്ങോട്ട് പോന്നു ദയയെ കാണാൻ. അതും പറഞ്ഞ് ആൽബി ഒന്ന് മുഖം ചരിച്ച് നോക്കി. ആ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും ഇല്ല. അതൊക്കെ പോട്ടെ, നീ എന്താടാ ഇങ്ങനെ? എന്തൊരു ചുള്ളനായിരുന്നു ആൽബി നീ. ഇതിപ്പോ ഒരുമാതിരി. അതും പറഞ്ഞ് അവൻ്റെ അരികിലേക്ക് പോയി ചേർത്ത് പിടിച്ച് ഹരി. നീ ഇറങ്ങുമല്ലേ? എനിക്കൊരു തിരക്കുണ്ടായിരുന്നു. അതും പറഞ്ഞ് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും ഒരു വെള്ളപ്പൊക്കം പോലെ ഒലിച്ചു വന്ന് ദയ തൊട്ടില്ലെന്ന മട്ടിൽ നിന്നുപോയിരുന്നു അവരിരുവരും. അവളുടെ ശ്വാസം നെഞ്ചിൽ തട്ടിയതും ഒരു നിമിഷം പുറകോട്ട് മാറിയിരുന്നു ആൽബി. അവളുടെ കണ്ണുകൾ അവനിലൂടെ ഓടി നടന്നു. ആ കാപ്പി കണ്ണുകളിൽ തന്നെ കാണുന്നുണ്ടോ എന്നൊരു പാഴ്ശ്രമം നടത്തി അവൾ. എടി പോത്തെ, നീ എന്താണെന്ന് സ്വപ്നം കാണുവാണോ? അപ്പോഴതിന് ദയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. അവൾ ചുറ്റും നോക്കി. അവനെ അവിടെ കാണാനില്ലെന്നറിഞ്ഞതും ചിഞ്ചുവിനെ നോക്കിയൊരു നോവുള്ള ചിരിയിരിച്ചു. എടി ചിഞ്ചു, അവനെന്താ ഇങ്ങനെ? സംശയത്തോടെ അവളോട് ചോദിച്ചു ഹരി. മമ്മിയുടെ മരണം മുന്നിൽ കണ്ടൊരു മകൻ്റെ അവസ്ഥ. തൻ്റെ കൈകൾ കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് സ്വയം വിചാരിക്കുക. ഈ ചായനെ അലറി കരഞ്ഞിരുന്നു. ആ സംഭവത്തിന് ശേഷം ഒന്നും ചിരിച്ച് കണ്ടിട്ടില്ല. അതെല്ലാം മറക്കാൻ ലഹരിയെ കൂട്ടുപിടിച്ചു. സത്യം പറഞ്ഞാൽ കൈവിട്ടു പോയിരുന്നു. പറഞ്ഞത് ഏങ്ങിക്കരഞ്ഞു ചിഞ്ചു. അത് കണ്ടത് അവളെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു ഹരി. എല്ലാം ശരിയാവും, നീ കരയാതെ. നിനക്കിത് ചേരില്ല കേട്ടോ, നീ കരച്ചില്ലേ. അവളുടെ കണ്ണുനീർ അവൻ തുടച്ചു കഴിഞ്ഞിരുന്നു. ചിഞ്ചു വീണ്ടും പറഞ്ഞു തുടങ്ങി. പപ്പ മരിക്കുന്നതിൻ്റെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ഫിലിപ്പ് അങ്കിൾ തൊടുപുഴയ്ക്ക് കൊണ്ടുപോയിരുന്നു. ഇവിടെയുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു. മെഡിറ്റേഷൻ, യോഗ, അങ്ങനെ പലതും. ഒത്തിരി മാറിപ്പോയി എൻ്റെ ഇച്ചായൻ. ആ പഴയ കളിയും ചിരിയും തമാശയൊക്കെ ആയി ആ ഇച്ചായൻ എവിടെയോ പോയി. വീണ്ടും ഹരിയുടെ നെഞ്ചിൽ പെയ്തിറങ്ങി അവളുടെ സങ്കടങ്ങൾ ഒരു മഴ പോലെ. ഹെൽമെറ്റ് വെച്ച് ബുള്ളറ്റിൽ കയറി അവൻ അവൾക്ക് നേരെ കൈവീശി. ആ വലതുവശം എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലേ ചിഞ്ചു ആന്റണി കുരിശിങ്കൽ എന്ന പേരെഴുതണേ. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തിളങ്ങാൻ വേണ്ടി കാത്തിരുന്ന് അവനൊരു ചിരിയിലൊതുക്കി. അതെ, പ്രേമൊന്നുമില്ല കേട്ടോ, ആ നെഞ്ചിൽ കിടന്നു കയറിയാൽ നല്ല സുഖ പറഞ്ഞുകൊണ്ട് മുഖം കൂർപ്പിച്ചു അവൾ. അതെനിക്ക് മനസ്സിലായി. ഒരു ചിരിയോടെ പറഞ്ഞ് ബുള്ളറ്റ് എടുത്തു. ഹരി പോകുന്നു നോക്കി ഒരു ചിരിയോടെ തിരിഞ്ഞിരുന്ന ചിഞ്ചു ബാഗും തൂക്കി പുറത്തേക്ക് വരുന്ന ആൽബിയാണ് കണ്ടത്. ആ ബാഗ് അവൻ ജീപ്പിലേക്ക് വെച്ചു. ഞാൻ ഫിലിപ്പങ്ങളുടെ അടുത്തേക്ക് പോവാ, 2 ദിവസം കഴിയും വരാം. അതും പറഞ്ഞ അവിടെ മറുപടി കാത്തിൽക്കാതെ ജീപ്പ് എടുത്ത് പാഞ്ഞിരുന്നു ആൽബി. വാതിൽപ്പടിയിൽ ഒരു നോട്ടം കൊതിച്ച് നിൽക്കുന്ന 2 മിഴികളെ കാണാതെ രാത്രിയിൽ മടിയിൽ കിടന്നുറങ്ങുന്ന ചിഞ്ചുവിന്റെ മുന്നിൽ വിരലോടിച്ച് കണ്ണടച്ച് കിടന്ന ദയ. 2 കാപ്പി കണ്ണുകൾ തിളങ്ങി നിന്നിരുന്നു അവളിൽ. ഫോൺ റിങ് ചെയ്തും ചാടി എഴുന്നേറ്റ് അവൾ ചിഞ്ചുവിനെ പതിയെ ബെഡിലേക്ക് എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ഇന്ദ്ര, ഞാൻ കാത്തിരിക്കായിരുന്നു ഈ വിളിക്കായി. എന്താണ് ആകുമ്പത്തൊരു സന്തോഷം? ഇന്ദ്ര, ഐ മീൻ ലവ്. ഞാൻ പ്രണയിക്കുന്നു ഇന്ദ്ര. എന്നെ മാത്രം. നീ അന്ന് ചോദിച്ചില്ലേ, എനിക്ക് ഉത്തരം കിട്ടി ഇന്ദ്ര. പറയുമ്പോൾ അവളുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. ഇരുമിഴികളും തിളങ്ങി. അവൾ ഫോൺ മുറുകെ പിടിച്ചു കണ്ണുകൾ തുളുമ്പി. ആരാണ് ദയ? ഇന്ദ്ര, ഞാൻ ആദ്യം പറയുന്നത് നിന്നോടാ. പറഞ്ഞുകൊണ്ട് അവളൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തു. എൻ്റെ ഇച്ചായൻ. അത് കേട്ടത് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. ഒരു കൈ വന്ന് ആ തോളിലമർന്നു. ആൽബി, വിളി കേൾക്കേണ്ട താമസം. ആ നെഞ്ചിലേക്ക് അമർന്നവൻ. ഒഴുകുന്ന അവൻ്റെ കണ്ണുനീരിന് നെഞ്ചിലെത്തി കെടുത്താനായില്ല. എന്താടാ, എന്തു പറ്റി? ആളൊന്ന് പറഞ്ഞു ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖമുയർത്തി ഫിലിപ്പ്. എന്താ, നീ കേൾക്കുന്നില്ലേ? ഹലോ, കട്ടായല്ലോ. ഒരു വിഷമത്തോടെ നെഞ്ചോട് അവൾ ഫോൺ ചേർത്തു. ആൽബി, ഡോർ എടുക്കടാ. ഫിലിപ്പ് ശക്തിയായി തന്നെ ഡോറിൽ തട്ടി. എന്താ ചായ, എന്തു പറ്റി? ഒരു സ്ത്രീ അങ്ങോട്ട് വന്ന് ചോദിച്ചു. അവരുടെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു. ആൻസി, അവൻ ഡോർ അടച്ചടി. ഒന്നും മിണ്ടുന്നില്ല കർത്താവേ, എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? അയാൾ സങ്കടത്തോടെ അവിടെയുള്ള ഒരു കസേരയിലിരുന്നു. ഇച്ചായ, ദയ അവള് വിളിച്ചോ? അതിനുത്തരമായി അയാളൊന്ന് മൂളി. അവനെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞടി. ഇനി ചിലപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന പോലെ അവള് പറഞ്ഞിട്ടുണ്ടാവും. അല്ലയോടി? ഉണ്ടാവും, അത് തന്നെയാവും എൻ്റെ കുട്ടി. കർത്താവേ. അതും പറഞ്ഞ് അയാൾ പ്രതീക്ഷയോടെ ആൻസിയെ നോക്കി. ആൽബി, കുഞ്ഞാ. ആൻസി ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ ഡോർ തുറന്നു. വല്ലാത്തൊരു ഭാവത്തോടെ അവരുടെ കൈകളെടുത്ത് അവൻ കവിളിൽ ചേർത്ത് വെച്ചു. അവൻ്റെ കണ്ണുനീരും കട്ടരക്തവും കൂടി ആൻസിയുടെ കയ്യിലേക്ക് പടർന്നിരുന്നു. അവരൊരു ഞെട്ടിലോടെ അവൻ്റെ കയ്യിലേക്ക് നോക്കി. ഉള്ളം കൈ പുണർന്നു. രക്തം ഒലിച്ചിറങ്ങി. ഇച്ചായ, ഇത് കണ്ടോ? നെഞ്ചു പിളരുന്ന വേദനയോടെ അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഉടുത്തിരുന്ന കോട്ടൺ സാരി വലിച്ചേറി കെട്ടിക്കൊടുത്തു. പക്ഷേ രക്തം അതും കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. നിർത്താറായതേ കുഞ്ഞ, സ്വയം ഇങ്ങനെ കുത്തി നോക്കിയത്. മതി മോനെ, എന്താടാ ഇത്? കുറെ വർഷമായില്ലട ഇങ്ങനെ നീറി. അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചു. ആ നെഞ്ചിലേക്ക് വീണു അവൻ. ഞങ്ങൾക്ക് നിന്നെ വേണടാ. നീ എൻ്റെ ഇച്ചായൻ്റെ മകൻ മാത്രമാണോടാ. ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഞങ്ങളുടെ പൊന്നു പോരല്ലേടാ. പറഞ്ഞതും വിതുമ്പിപ്പോയിരുന്നു ഫിലിപ്പ്. ഇപ്പം എന്നാ പറ്റി? അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ ഈ കളി നീ കളിക്കരുതെന്ന്, പക്ഷെ കേട്ടില്ല. അതും പറഞ്ഞ ആൻസി കസേരയിൽ തളർന്നിരിക്കുന്ന ഫിലിപ്പിനെ നോക്കി. അവൻ നിലത്തേക്കിരുന്നു.
അയാളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അയാൾ ആ മുടിയിലൂടെ വിരലോടിച്ചു. അവൻ പറഞ്ഞു തുടങ്ങി, എൻ്റെ നെഞ്ചിലൊരു കത്തി കുത്തിയിറക്കി അങ്കിൾ അവള്. പറയുമ്പോൾ വിറച്ചിരുന്നു ആ വാക്കുകൾ. ഫിലിപ്പിന് നേരെ മുഖമുയർത്തി അവൻ. അവൾ പറഞ്ഞു, ഞാനൊരു നാൾ കേൾക്കാൻ ആഗ്രഹിച്ച്. അവൾ പറഞ്ഞു കളഞ്ഞു അങ്കിൾ പപ്പ. ചാടി എഴുന്നേറ്റ് അവൻ മേശമേലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അത് ചിന്നിച്ചു തെറി. അത് കണ്ടതും അവനിലെ ആ മാറ്റാവലിൽ നടുക്കമുണ്ടാക്കി. ശേഷം തലമുടിയിൽ വിരൽ കൊരുത്തി ചുറ്റി വലിച്ചു. ശക്തിയിൽ ചുമരിൽ കൈമുഷ്ടി ഇടിച്ചുകൊണ്ടിരുന്നു. ഓഫ് വൈറ്റ് പെയിന്റ് അടിച്ച ആ ചുമരിൽ അവന്റെ രക്തത്താൽ ചിത്രം വരഞ്ഞു. അത് കണ്ട് രണ്ടുപേരും അവനെ പിടിച്ച് നേരെ നിർത്തി. നീ ഇപ്പൊ എന്താ ആൽബി പറഞ്ഞ്? അവള് നിന്നെ? അയാളുടെ കണ്ണുകൾ വിടർന്നു. ഈ സമയം കുരിശിങ്കൽ ആ വലിയ വീട്ടിൽ ഉറക്കമില്ലാതായ ബെഡ്റൂമിന് ചുറ്റും നടന്നു. ഇന്ദ്രൻ എന്താണ് കോള് കട്ടാക്കിയത്? നിന്നോടെങ്കിലും എല്ലാം തുറന്നു പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയേനെ. അവൾ തിരിഞ്ഞ് ചിഞ്ചുവിനെ നോക്കി. ഒരു പില്ലോയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കാണ് പെണ്ണ്. ഹോ, എനിക്കിത് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നടി? അവൾ ഉറങ്ങുന്നു, ദുഷ്ടം. ബാക്കിയുള്ളവരുടെ ഉറക്കം പോയിരിക്കുമ്പോഴാ അവിടെ ഒരു പള്ളി ഉറക്കം. നീ അങ്ങനെ ഉറങ്ങണ്ടടി ഇപ്പോ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നേരെ ഒരു പില്ലോ എടുത്ത് എറിഞ്ഞതും, കർത്താവേ ഞങ്ങള് കൊക്കയിൽ വീണേ അലറിക്കരഞ്ഞു ചിഞ്ചു. ഞങ്ങളോ? ഏത് ഞങ്ങള്? മനസ്സിലോർത്തു ദയ. എന്താണ് ഈ കോപ്പി, നിനക്ക് ഉറക്കൊന്നില്ലേ? നല്ലൊരു സ്വപ്നം കണ്ട് മൂടായി വന്നതായിരുന്നു. ആ ഫ്ലോ അങ്ങ് പോയി. എന്ത് ഫ്ലോ? നീ എന്താടി കണ്ട്? ഓ അതോ, അത് ഞാൻ ലിപ്ലോ പറഞ്ഞു വന്നപ്പോഴായിരുന്നു അവൾ ഓർത്ത് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന്. അങ്ങനെ പറയാമെന്ന് ഒറ്റടിക്ക് തൊണ്ടക്കുഴി വഴി ഇറക്കി വിട്ട് ആലോചനയിൽ മുഴുകി. ഡി എന്ന ദയയുടെ വിളിയിലായിരുന്നു പെണ്ണ് പിന്നെ സ്വഭാവത്തിലേക്ക് ലാൻഡ് ചെയ്ത്. നിന്നോളടി ഞാൻ ചോദിച്ചേ, ബാക്കിയോടെ? ചെറിയൊരു കുശുമ്പോടെ ചോദിച്ചു ദയ. അതൊന്നുമില്ല. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, താൻ ആരുവാ? കർത്താവെ, ഡയലോഗ് മാറിപ്പോയല്ലോ. അല്ല അതല്ല എടി പോത്തെ, നീ എന്തിനാണ് എന്നിങ്ങനെ നിലത്തേക്ക് എറിഞ്ഞ് കളിക്കുന്നത്? അല്ല, നിനക്കിത് ഉറക്കൊന്നുമില്ലേ? ഓ, നിന്റെ പ്രാണനാഥം വിളിച്ചു കാണില്ല അല്ലയോ? ചോദിച്ചത് തലാഴ്ത്തി നിൽക്കുകയാണ് ദയ. അതല്ല, വിളിച്ചു, ഞാൻ പറയാൻ പോയതാ. എനിക്കൊരാളെ. ഹലോ, എന്തോ നാടിയൊരു ഇളക്കം. ചിഞ്ചു ഒരു കള്ളച്ചിരിയോടെ കളിയാക്കി ചോദിച്ചു. അത് ആരാണെന്ന് പറയാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഫോൺ കട്ടായത്. ഓ അതാണോ? അതിനാണോടി എൻ്റെ ഉറക്കം കളഞ്ഞു ദുഷ്ടേ. കർത്താവേ, ഇനി ഞാൻ എങ്ങനെയാ സ്വപ്നത്തിൻ്റെ ബാക്കി? അങ്ങനെ ഞാൻ ഉറങ്ങാതിരിക്കുമ്പോൾ നീ ഉറങ്ങണ്ട. എങ്ങനെ? ഇത് നല്ല കൂത്ത്. ഫോൺ കിട്ടായതിന് ഞാൻ എന്നാ ചെയ്തിടി? കിടന്ന് ഉറങ്ങടി പിശാശ്. അയാൾ നാളെ വിളിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, ഇപ്പം കിടന്നു, അതാ നല്ലത്. എന്നാൽ പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പുതപ്പെടുത്ത് തലവഴി മൂടി ചിഞ്ചു. കണ്ടുകൊണ്ട് മുഖം വീർപ്പിച്ചതായ ഒരു കുശുമ്പോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അലമാര തുറന്ന് അതിൽ നിന്ന് ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ചെറിയ തടിപ്പണിൽ തീർത്ത ഒരു ചെറിയ ചെപ്പെടുത്തു. ശേഷം അത് തുറന്നു. അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് മാറോട് ചേർത്തു. മുഖത്ത് ചിരിയില്ലാതെ നിൽക്കുന്ന ആൽബിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയായിരുന്നു അതിൽ ചുണ്ടമർത്തിയവൾ. ഞാൻ സ്നേഹിച്ചോട്ടെ ഈ മനസ്സിനെ, എനിക്ക് തരുമോ അവിടെ ഒരിടം? എനിക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷെ സ്നേഹിച്ചു പോയി, കൈവിട്ടു പോയി പറഞ്ഞുകൊണ്ട് ആ മുഖത്ത് വീണ്ടും ചുംബിച്ചു. പിന്നെ മാറോട് ചേർത്ത് പിടിച്ച് ഉറങ്ങിയവൾ. അവൾ എന്താണ് പറഞ്ഞ കുഞ്ഞാ? നീ തെളിച്ചു പറ. അങ്കിൾ പപ്പക്ക് അറിയണോ അവളുടെ മനസ്സിൽ ആരാണെന്ന്? ഈ ഞാൻ എന്നെ പോലൊരു പിശാചിനെയാ അവൾക്ക് ഇഷ്ടമെന്ന്. കേട്ടത് ഒരേ സമയം ഞെട്ടലും സന്തോഷവും ഉണ്ടായ അവരിൽ. ആൻസി ഓടി വന്നവൻ്റെ കൈ പിടിച്ചു. സത്യാണ് മോനെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയായിരുന്നു ഇതാ മോനെ ശരി. സന്തോഷത്താൽ അവർ ആൽബിയെ കെട്ടിപ്പിടിച്ചു. ഏയ് പാടില്ല ആൻറ്റി അമ്മ. അവൻ നിന്ന് വിറച്ചു. അരുതാത്ത എന്തോ കേട്ട പോലെ അവൻ ചെവി പൊത്തിപ്പിടിച്ചു. ഈ ചായ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നീയാടാ അവൾക്ക് ചേർന്ന്, നിങ്ങളാ ഒന്നാ വേണ്ടത്. ഞാനോ? ഒരിക്കലുമില്ല, അങ്ങനെ പാടില്ല. കാമവറി കൊണ്ട നായെപ്പോലെ അവളെ പിച്ച് ചീന്തിയ ഞാനോ? ഞാനാണ് അവൾക്ക് ചേർന്ന്. ഇല്ല, എന്നെ അവൾ വെറുക്കും, ആട്ടിപ്പായിക്കും എന്നെ. എൻ്റെ ചിഞ്ചുവും വെറുക്കും എന്നെ. ഇല്ല, അങ്ങനെ സംഭവിച്ചുകൂടാ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവൻ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആൽബി! ഫിലിപ്പ് അലറി. ശേഷം അവൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് തലോടി. മനസ്സ് കൈവിട്ടുപോയ സമയത്ത് നീ ചെയ്തു പോയൊരു തെറ്റ്, അതിനെ നിനക്കൊരു മിന്നേട്ടി തിരുത്താൻ പറ്റും കുഞ്ഞാ. ആൻസിയോ അത് ശരിയെന്ന പോലെ അവൻ്റെ തോളിൽ കൈകൾ മുറുക്കി. അത് കേട്ടവൻ ചാടി എഴുന്നേറ്റവൻ. തെറ്റോ? പാതകം, കൊടും പാതകം. ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ. അവളുടെ സ്നേഹം അതെനിക്ക് പേടിയാ. തെറ്റല്ലേ അങ്കിൾ പപ്പ? ഒരു കള്ളത്തരത്തിൻ്റെ ചീട്ടുകൊട്ടാരാ ഈ ആൽബർട്ട് ആന്റണിന്ന് അവൾ അറിയുമ്പോൾ. ഇല്ല, ഒന്നും അറിഞ്ഞൂടാ അവള്. അവൻ സോഫയിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചു. നീർച്ചാലുകൾ കവിളിനെ തഴുകി. എന്നതായാലും എല്ലാം പൊളിഞ്ഞില്ലേ? അന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇന്ദ്രിയത്ത് എന്നൊരാളെ മെനഞ്ഞെടുത്തപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട വേണ്ടാന്ന്. എല്ലാം അറിയുമ്പോൾ ആ പാവെങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല കുഞ്ഞാ. ആൻസി പറഞ്ഞു നിർത്തി. മോനെ, പറയുന്ന മനസ്സിലാക്ക്. ഇത് സിനിമയല്ല, തിരക്കഥ എഴുതി അതിൽ പറഞ്ഞ പോലെ അഭിനയിക്കാൻ. ജീവിത
ഫിലിപ്പ് പറഞ്ഞു. അങ്കിൾ പപ്പക്ക് അറിയാവുന്നതല്ലേ എല്ലാം. അന്ന് ആ കുളത്തിൽ മുങ്ങി താഴ്ന്ന അവളെ മുങ്ങിയെടുക്കുമ്പോൾ അറിയായിരുന്നു ഞാൻ ചെയ്ത പാപത്തിൻ്റെ ആഴം. എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ പോലും പേടിച്ചിരുന്നു. എനിക്ക് ആരിൽ നിന്ന് പുലമ്പിരുന്ന ആ പാവം എൻ്റെ ഷർട്ടിലും മുറുക്കെ പിടിച്ചിരുന്നു. വിട്ടുമാറി പോലെ എന്ന് പറയും പോലെ. എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവളൊന്നും അറിയണ്ട, ആൻസി പറഞ്ഞു. ആൻറ്റിയമ്മേ, എനിക്ക് അവളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. ആ കണ്ണുകൾ എനിക്ക് പേടിയാ. അവളുടെ സാമീപ്യം പോലും എനിക്ക് പേടിയാ ആൻറ്റിയമ്മേ. പറയുമ്പോൾ അവൻ വിരുമ്പിപ്പോയിരുന്നു. എപ്പോഴെങ്കിലും അവൾ എന്നെ അറിഞ്ഞാലോ വെറുത്താലോ എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല. പറഞ്ഞുകൊണ്ട് അവൻ അവർക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. നിനക്ക് അവളെ ഇഷ്ടമല്ലേ ആൽബി? നിന്റെ പപ്പ കൊടുത്ത വാക്ക് പാലിക്കാനല്ലേ നീ? ഫിലിപ്പാന്റെ തോളിൽ പിടിച്ച അയാൾക്ക് നേരെ നിർത്തി അവൻ മുഖം പെട്ടെന്ന് മാറ്റി. നീ കള്ളം പറയാനും പഠിച്ചു അല്ലേ? ആൻസി ചോദിച്ചു. ഞാൻ നാളെ പോവും. അവൻ തിരിഞ്ഞടന്നു. ആൽബി, നീ എന്തായാലും ഇന്ദ്രനായിട്ട് കളിച്ചു. എന്നാ നാളെ ഒന്ന് വിളിച്ചേക്കതേ. ഒരു സംശയം തോന്നണ്ട. പിന്നെ ഒരു കള്ളവും കണ്ടുവച്ചേക്ക് പറയാൻ. അതും പറഞ്ഞ് ഫിലിപ്പ് അവിടെ നിന്ന് എഴുന്നേറ്റു. ആൻസി, വാ കിടക്കാം. ഇന്നിനി ഉറക്കം കിട്ടും തോന്നില്ല. ഇച്ചായ, ദയ, അവളെല്ലാം അറിയുമ്പോൾ ക്ഷമിക്കവനോട് ചോദിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞവർ. അവള് നല്ല കുട്ടിയാ, ഇവനെ മനസ്സിലാക്കും, എനിക്ക് ഉറപ്പുണ്ട്. ജീപ്പ് കുരിശിങ്കലിലെ പോർച്ചിൽ കൊണ്ട് നിർത്തി ആൽബി ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിലും വെച്ചു. അവളിൽ നിന്നൊരു ഒളിച്ചോട്ടം. അതിനായിരുന്നു ആ മറ. കോളിംഗ് ബെൽ അമർത്തുന്നതിന് മുമ്പേ ആ വാതിൽ തുറക്കപ്പെട്ടു. ആൽബിക്ക് വേണ്ടി. അവിടെ ഒരാൾ ശ്വാസമെടുക്കാനായി കിതക്കുന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അവൾ ആ കാപ്പി കണ്ണുകളിൽ തന്റെ പ്രണയം തേടി അലയാൻ തുടങ്ങിയിരുന്നു. ഈശായ, എനിക്കൊരു കാര്യം പറയാൻ. ഒരു നോട്ടത്തിനായി ആ മിഴികൾ കാത്തു. എന്താ? തിരിയാതെ തന്നെ ചോദിച്ചവൻ. എനിക്ക് ഈച്ചായനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗമാവാം. കൈ ബാഗിൽ മുറുക്കിയവൻ. ഈച്ചായനും തന്നെ മുഖത്തേക്ക് നോക്കാത്ത എന്തിനെങ്ങനെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നു? അവളിൽ നിന്ന് അത് കേട്ടതും ദേഷ്യത്തിന്റെ മുഖം മൂടിയെടുത്ത് മുഖത്തണിഞ്ഞു. ശേഷം അവളെ തിരിഞ്ഞു നോക്കി ആൽബി. ഇതാണ് നിനക്കിപ്പോൾ അറിയേണ്ടത്. നിന്റെ കാര്യങ്ങളൊക്കെ മുറക്ക് നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ പറയണം. അല്ലാതെയുള്ള സംസാരങ്ങൾ എന്നോട് വേണ്ട, മനസ്സിലായല്ലോ? അവന്റെ കണ്ണുകളിൽ നോക്കാൻ നിലത്തേക്ക് നോക്കിയെന്ന് ദയ. പറയാൻ വന്നല്ല അവൾ വിഴുങ്ങി. ബാഗ് വലിച്ചെറിഞ്ഞ് കട്ടിലേക്ക് കിടന്ന അവൻ. എൻ്റെ അടുത്തേക്ക് വരേണ്ടതയാ. ഞാൻ നിനക്ക് ചേരില്ല. നിനക്ക് സങ്കടം മാത്രമേ തരാൻ കഴിയൂ എനിക്ക്. അതും പറഞ്ഞ് അവൻ വിതുമ്പി. ഷെൽഫിൽ നിന്നൊരു ഫോട്ടോ എടുത്തു ആൽബി. പപ്പ പറയുന്ന നേരാ, ഞാൻ ചേരില്ല അവൾക്ക്. ആൽബി ഉറപ്പിരുന്നു. ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതിനെ കണ്ടുപിടിക്കും ഞാൻ അവൾക്ക് വേണ്ടി. പറഞ്ഞുകൊണ്ട് ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കട്ടിലേക്ക് ചാഞ്ഞു. ആൽബിയുടെ ഓർമ്മയിലൂടെ ഒരു ഫ്ലാഷ് ബാക്ക്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മമ്മയെ കൂട്ടി പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ആൽബി. മോനെ, മമ്മിക്ക് പേടിയാട്ടെ ഈ കുന്ത്രാണ്ടത്തിൽ കയറാൻ. കയറാതെ മടിച്ചെന്ന മമ്മിയെ നിർബന്ധിച്ചാണ് അവൻ എൻ്റെ ബൈക്കിൽ കയറ്റിയത്. എൻ്റെ തോള് മുറുകെ പിടിച്ചിരുന്നാൽ മതി മമ്മി, ദാ പോയി ദേ വന്നു പറഞ്ഞ പോലെ ഇപ്പെങ്ങ് എത്തില്ലേ. പിന്നെ എന്നാ പേടിക്കാൻ മാത്രം? മമ്മിയുടെ മോൻകുട്ടം വീണാലും മമ്മി വീഴില്ല കേട്ടോ. ഒരെണ്ണം ഞാനങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ, വേണ്ടാത്ത വർത്താനം പറയുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രോസ് റോഡിലേക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നത് ഒരിറ്റ് ശ്വാസനായി പിടയുന്ന മമ്മിയെയാണ്. രക്തത്തിൽ പുതഞ്ഞ ആ ശരീരമെടുത്ത് മടിൽ കിടത്തിയപ്പോൾ അവനെ നോക്കിയൊന്ന് ചിരിച്ച് കണ്ണ് ചിമ്മി. മമ്മി ഒന്നുമില്ല മമ്മി, നമുക്ക് ഹോസ്പിറ്റലിൽ. മമ്മിയുടെ മോനിക്കുട്ടനാ. മമ്മി ഒന്നും പറ്റില്ല മമ്മിക്ക്. മോനിക്കുട്ട, മമ്മിക്ക് ഒന്നുമില്ലടാ. മമ്മി ഒന്നുമില്ല. എഴുന്നേൽക്ക് മമ്മി, മോനിക്കുട്ടനെ വിളിക്കുന്നത്. എഴുന്നേൽക്ക്, നമുക്ക് പള്ളിയിൽ പോണ്ടേ. വീട്ടിൽ പപ്പയും ചിഞ്ചുകളും തനിച്ചല്ലേ. മമ്മി ഒന്ന് കണ്ണു തീർക്കും മമ്മി. കണ്ണു നിന്നെവിടെയെല്ലാം മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മമ്മി അവൻ അലറി കരയാൻ തുടങ്ങി. വെള്ളപ്പൂക്കൾക്കിടയിൽ ചിരിച്ചുകൊണ്ട് മാലാഖയെ പോലെ കിടക്കുന്ന മമ്മി ചേർത്തു പിടിച്ചില്ല അവനെ. കൊണ്ടുപോയി കൊന്നില്ലടാ നീ എന്ന പപ്പയുടെ നിലവിളിയും ചിഞ്ചുവിന്റെ മൂകതയും ഒന്നും ഓർമ്മയില്ലാതെ മാസങ്ങളോളം ഒരു മുറിയിൽ തന്നെ അടച്ചിരുന്നു. എല്ലാം മറക്കാൻ അവൻ മദ്യത്തിലും കഞ്ചാവിലും അഭയം കണ്ടെത്തി. ഒരിക്കലും ഇഷ്ടം തോന്നിയ പെണ്ണിനെ ആ ഇരുട്ടിൽ കണ്ടപ്പോൾ മനസ്സ് കൈവിട്ട നിമിഷം, ചെകുത്താൻ കയറിയ ആ നിമിഷം അവളിലെല്ലാം കവർന്നെടുക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല അവൾ തന്നിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോവുകയാണെന്ന്. റൂമിൽ കയറി വന്ന പപ്പ കഞ്ചാവിന്റെ ആലസ്യത്തിൽ കിടന്നിരുന്ന തന്നെ ആദ്യമായിട്ടന്ന് അടിച്ചു. വളരെ ക്രൂരമായി തന്നെ. ഇടയ്ക്ക് പപ്പയുടെ കണ്ണുനീർ തന്റെ ശരീരത്തിൽ വീണു. എന്റെ കാണാതെ പോയ ചെയിൻ വലിച്ചെറിഞ്ഞ മുഖത്തേക്ക്. അവളുടെ എല്ലാം കവർന്നതിനെ തിരിച്ചറിയാൻ ആ പാവത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവ്. നിന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് അറിയാൻ മേലായിട്ടല്ല ആൽബി. എന്റെ കുഞ്ഞ്, അവളുടെ ജീവിതം ഒരു ഇരയായിട്ട് നീറി ജീവിക്കേണ്ടവള് എങ്ങനെ തോന്നിയിടാ നായ നിനക്ക്? ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് അവളെ നിന്റെ കയ്യിലേൽപ്പിക്കണമെന്ന് വിചാരിച്ച. ഇനി അത് വേണ്ട. നിന്നെ പോലൊരു ചെകുത്താൻ എന്റെ കുഞ്ഞിന് ചേരില്ല. ഇനി നീ ഒരു നോക്കുകൊണ്ട് പോലെ അവളെ കണ്ടൂടാ.
നീ ഇപ്പൊ പോണവിടുന്ന്. എനിക്ക് 2 പെൺകുട്ടികൾ അവിടെയുള്ളത്. നിറഞ്ഞ കണ്ണുകളോടെ ആ പാവ മനുഷ്യൻ പറഞ്ഞു. നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോകുന്ന പപ്പ ഇപ്പോഴും ഉണ്ട് തന്റെ കൺമുമ്പിൽ. പപ്പ, അവളെന്നെ വെറുക്കും പപ്പ. ഇല്ലെങ്കിൽ ഞാൻ വെറുപ്പിക്കും. ആൽബർട്ട് തരുന്ന വാക്കായത്. പപ്പ അറിഞ്ഞ പോലെ ഞാൻ അവൾക്ക് ചേരില്ല. അപ്പോഴാ നെഞ്ചിലൊരു കടൽ ഇളകി മറിയുന്നുണ്ടായിരുന്നു. അതിനെ പിടിച്ചു നിർത്തിയവൻ വാതിലിൽ നിർത്താതെയുള്ള തട്ടിയേറ്റിട്ടാണ് ആൽബി ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മുന്നിൽ നിൽക്കുന്ന പുഞ്ചിരി തൂവുന്ന ആ രൂപത്തിനെ കണ്ടിൽ നിന്നടിച്ചു ആൽബി. ഈച്ച, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? എനിക്ക് എന്തായാലും കുറച്ച് ഡ്രസ്സ് എടുക്കണം, വരില്ലേ? ചിഞ്ചു അവന്റെ കൈ പിടിച്ച് തോളിൽ ചാഞ്ഞ് ഒരു കണ്ണിറുക്കി കാണിച്ചു. അവനിൽ നിന്ന് മുഖമെടുക്കാതെ നിന്നു ഒരു ചെറു ചിരിയോടെ ദയ. മാതിയടി ഊറ്റിയത് കുറച്ച് ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. കേട്ടതൊരു ചമ്മിയ ചിരിയിൽ ചോവൾ. ആൽബി ചിഞ്ചുവിനെ അവനിൽ നിന്ന് അടർത്തി മാറ്റി. നിങ്ങൾ പോയിക്കോളൂ, ഞാനില്ല. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. പപ്പയുണ്ടായിരുന്നു ഞങ്ങൾ എവിടെയെല്ലാം കൊണ്ടുപോയേനെ. ഒരു കരച്ചിലോടെ തള്ളി മാറ്റി ആ കട്ടിലേക്ക് ചാഞ്ഞവൾ. ആ, എനിക്കറിയണ്ട, ഞാൻ വരാം. പക്ഷെ ഒരു കണ്ടീഷൻ, 1 മണിക്കൂർ, ഒരേ 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ഞാനിങ്ങ് പോരും. ഓക്കെ ഡൺ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അവൾ ദയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. നേവി ബ്ലൂ കുർത്തിയും ഓഫ് വൈറ്റ് ലെഗിൻസുമാരും ദയയുടെ വേഷം. കാതിൽ വെള്ളക്കല്ലിന്റെ ചെറിയ കമ്മൽ, ഒരു ചെറിയ ബ്ലാക്ക് പൊട്ടും. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കി. മുടി സൈഡിലേക്ക് ചീകി ഒതുക്കി. ഹലോ, മതി ഒരുങ്ങിയത്. എന്റെ ഈ ചായന പ്രണയത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടുപോയിട്ട് ലവിന്റെ പടുകുഴിയിലേക്ക് ഉന്തിയിടോ നീ? അവളെ കെട്ടിപ്പിടിച്ച് ഇഞ്ചി ഉമ്മ വെച്ചു. ദയയുടെ കവിളുകൾ ചുവന്ന് തുടുത്തു. അയ്യടാ, എന്റെ ഉമ്മ കിട്ടിയപ്പോ ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ ചായന ഇത് കിട്ടുമ്പോഴുള്ള അവസ്ഥ എനിക്ക് അത് ആലോചിക്കാൻ പോലും മേലെന്റെ കർത്താവേ. പറഞ്ഞതോടെ കവിളിലൊന്നുള്ളി ചിഞ്ചു. ഒന്ന് പോ വൃത്തിയിട്ടവളെ. അതും പറഞ്ഞ നാണത്തോടെ അവിടുന്ന് പുറത്തേക്ക് ഓടി ദയ. ഓടിച്ചെന്നത് ആ നെഞ്ചിൽ പോയി തട്ടിയവള്. പെട്ടെന്ന് മുഖം പൊക്കി നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന ആൽബിയെ കണ്ടതും രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കി. അവളുടെ കൈകൾ ആ നെഞ്ചിൽ തറഞ്ഞിരുന്നു. ഹൃദയമിടിപ്പിന്റെ താളത്തിൽ അവളുടെ വിരലുകൾ അനങ്ങി പ്രണയത്തോടെ. ഒരു മുരൾച്ച കേട്ടതും ആൽബി ഒരു പിടപ്പോടെ പുറകോട്ട് മാറി. എന്താ ഇവിടെ ഒരു വെളിച്ചകളി? രണ്ടുപേരെയും മാറി മാറി നോക്കി ചിഞ്ചു. അയവ, എന്ന് രണ്ടുപേരും കൂടി സ്കൂളിൽ പോവാണോ? അപ്പോഴായിരുന്നു അവന്റെ ഡ്രസ്സ് ഇതായി ശ്രദ്ധിച്ച് ഒരു പുഞ്ചിരി വിടർന്ന അവളിൽ. ഡാർക്ക് ബ്ലൂ ഷർട്ട്, അതേ കരയുള്ള വെള്ള കസമുണ്ടും അതായിരുന്നു അവന്റെ വേഷം. ഇച്ചായ സൂപ്പർ. ഇനി ആ കാടും കൂടി വെട്ടിത്തെളിച്ച ഇച്ചായ പിന്നെ ആരാ? ഉണ്ണിക്കുട്ടനല്ലയോ? ആര്? ദയ സംശയത്തോടെ നെറ്റി വിളിച്ച്. ഓ, ഈ വിളിത് എടി ഇതാ പറയുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും സിനിമ കാണുന്നതൊക്കെ നല്ലതാ, അല്ലാതെ ഏത് നേരം പുസ്തകപ്പുഴയായിരുന്ന പോരാന്ന്. എടി ഉണ്ണി മുകുന്ദൻ കള്ളം നിൽക്കുന്നുണ്ടില്ലേ? എന്തോ ഒരു മാറ്റമുണ്ട്. അത് കേട്ട് അവൻ ഡ്രസ്സ് മാറാനായി തിരിഞ്ഞു. എന്റെ ഇച്ച, വാ പോവാം. ചിഞ്ചുവന്റെ കൈ പിടിച്ച് വലിച്ചു. അവൻ ജീപ്പിനടുത്തെത്തിയതും കൈ ശക്തിയായി ബോണറ്റിലടിച്ചു. ഞാൻ എന്തേ കാണിച്ചേ? എനിക്ക് എന്നതായി പറ്റിയത്? എന്തുകൊണ്ട് അവളെ ഞാൻ തള്ളി മാറ്റിയില്ല? എന്തുകൊണ്ട്? ഇല്ല, പാടില്ലായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു. ഇല്ല, ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാ. സോറി ദയ. എന്തിനു ചായ സോറി? ഒന്ന് ഞെട്ടിയാൽബി. ചിഞ്ചു അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇപ്പൊ എന്താ പറഞ്ഞേ? ദയോട് എന്തിനാ സോറി? അത് ഞാൻ അറിയാതെ. അതാ. ഓ, അതായിരുന്നോ? ഇവിടെ ഒരാൾ സ്പർശനസു. ഓടി വന്ന് ദയയുടെ വാപുത്തി. ശബ്ദം പുറത്തു വരാതെ അവൾ തലയനക്കി. ആൽബി ആ സമയം പെട്ടെന്ന് ജീപ്പിലേക്ക് എറിയുന്ന ഹോൺ അടിച്ചു. നീ എന്തിനടി വാപുത്തിയത്? അത് കേട്ട് ദയ അവളുടെ കൈക്കൊരു നുള്ളു കൊടുത്തു. എടി ദുഷ്ടേ, ഈ കാലത്തൊരു നല്ല ചെയ്യാന്ന് കരുതിയാൽ സമ്മതിക്കില്ല. എന്റെ ചിഞ്ചു, എന്നിട്ട് വേണം അങ്ങനെ എന്നെ പിടിച്ച് കൊക്കയിലിടാൻ അടിയോ? അപ്പൊ നിനക്ക് ആ ഹൃദയത്തിലേക്ക് എൻട്രി പാസ് വേണ്ടേ? അത് ഞാൻ നുഴഞ്ഞേറിക്കോളാം. ഒരു കള്ളച്ചിരിയോടെ ദയ പറഞ്ഞു. ഹോൾ നിർത്താതെ മുഴങ്ങി. എന്റെ ഇച്ഛ വരുന്നു, കിടന്ന് അതിന്റെ തൊള്ള പൊട്ടിക്കണ്ട. നീ ഫ്രണ്ടിൽ നിന്ന് ഇനി കുറച്ച് പുളം കൊള്ളു, ഞാൻ ബാക്കിൽ നിന്നോളാം. എന്താ? വേണ്ട, മുമ്പിലിരിക്കണ്ട, നിങ്ങൾ പുറകിലിരുന്നോ, അതാ നല്ലേ. ചിഞ്ചുവിനെ നോക്കി ആൽബി കണ്ണുരുട്ടി. എന്റെ പൊന്നിച്ച, അവിടെ ഒരു ആഗ്രഹല്ലേ, നീ ഇരുന്നോടി. അതും പറഞ്ഞ് ചിഞ്ചു പുറകിലേക്ക് ചാടിക്കയറിയിരുന്നു. ആ ടിൻഡിൻ, വണ്ടി പോട്ടെ. കാറ്റിൽ അവിടെ മുടിയിഴകൾ പാറി പറന്നു. അത് ആൽബിയുടെ ഷോൾഡറിലും കവിളിലും തഴുകിക്കൊണ്ടിരുന്നു. അവളുടെ മുടിയിലെ കാച്ചി എണ്ണയുടെ മണം തന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നതായി തോന്നിയതും സഡൻ ബ്രേക്കിൽ ജീപ്പ് ഒരു ശബ്ദത്തോടെ അവിടെ നിന്നു. എന്താ ഇച്ചാ? ചിഞ്ചു ആണോ? ഇവളോട് ഈ മുടി മര്യാദ കെട്ടിവെക്കാൻ പറ. എങ്ങോട്ടോ നോക്കിയിരുന്നായി നാം പറഞ്ഞു. അത് കേട്ടും ദയ മുടി ഒതുക്കി. ശേഷം ഉയർത്തി കെട്ടി ക്ലിപ്പിട്ടു. ഈ ചാനി ഡ്രസ്സ് സൂപ്പറായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ദയ അത് പറഞ്ഞപ്പോൾ അവൻ താല്പര്യമില്ലാത്ത പോലെ ഒന്ന് മൂളി. ഈ ചാൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ചിഞ്ചു ആയിരുന്നു അത് ചോദിച്ചത്. അത് കേട്ടത് അവന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ പാഞ്ഞു. പുറകിലിരുന്നുകൊണ്ട് ദയയുടെ കൈയൊന്ന് നുള്ളി ചിഞ്ചു. വീണ്ടും ഒരു സഡൻ ബ്രേക്കിൽ ജീപ്പ് അവിടെ നടുറോട്ടിൽ നിന്നു. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലേ ഞാനിപ്പോ തിരിച്ചു പോവും. ഓ പിന്നെ എന്താ ഈ ചായ? ഈ മനസ്സിലൊരു പെണ്ണ് കയറട്ടെ, അന്നേരം ഈ മനസ്സിലൊരു തഴഞ്ഞോളൂ. ഇവള് പറഞ്ഞ നേരാ മുരടൻ. ആ സമയം അറിയാതെ നോക്കിപ്പോയി അവൻ ദയെ. അവളും അറിയാതെ അങ്ങനെ നോക്കിയിരുന്നു പോയി. കണ്ണുകൾ തമ്മിൽ ഉടക്കിയത് മിഴികൾ മാറ്റിയ ആൽബി. ഒബ്രോൺ മാളെത്തി അവർ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ഫോണിൽ തോണ്ടി മറ്റൊരു ഭാഗത്തിരുന്നു.
എടി ഇതന്നെ അവസരം, ഇതാ അവിടെ ഇരിക്കുന്നു, നീ ഇപ്പൊ തന്നെ പോയി പറ ഈ മനസ്സിൽ അങ്ങനെ കൂട്ടുകൂട്ടിയിരിക്കുകയാണെന്ന്. ചിഞ്ചു എനിക്ക് പേടിയാവുന്നു. ഇതേപോലെ ഞാനങ്ങ് വെച്ചിരും കേട്ടോ, പോയി പറ. എന്നിട്ട് വേഗം എഴുത്തിയായിട്ട് വാടി വെള്ളപ്പാറ്റി. എനിക്ക് നാത്തുമ്പോലും ഉണ്ടാക്കാൻ കൊതിയായിട്ട് മേല. എന്നാലും അത് വേണോടി, എനിക്കൊരു വിറയല് പോലെ. ഏട്ടി ഇവിടെയാണെങ്കിൽ ഓടിപ്പോകത്തില്ല, വീട്ടിലാണെങ്കിൽ ഇച്ചാൻ നിന്നെ കാണുമ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങും. അത് എന്നാത്തിനാന്ന് കർത്താവാണ് എനിക്കറിയാൻ മേല. എന്തെങ്കിലും ആവട്ടെ, നീ ചെല്ല്. മടിച്ച് ദയ പോകുന്നത് നോക്കി ചിഞ്ചു കുറച്ച് മാറിയെന്ന്. നഖം കടിക്കുന്നുണ്ട് പാവം പെണ്ണ്. അവളുടെ സാമീ പറഞ്ഞിട്ട് ആൽബി നോക്കിയില്ല അവളെ. ഈ ചായ എനിക്കൊരു ദയ പറയാൻ പറ്റാ പുറകിൽ നിൽക്കുന്ന ചിഞ്ചുവിനെ നോക്കി. പറയടി. അവൾ പുറകിൽ നിന്ന് ആംഗ്യഭാഷയിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ചായ എനിക്ക്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയതും വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. പർച്ചേസ് കഴിഞ്ഞോ? എങ്കിൽ പോ. അവൻ പറഞ്ഞു ദയ പോകുന്നു ആൽബി. തിരികെ പോരുമ്പോഴും ചിഞ്ചു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ദയ എങ്ങനെയാ നെഞ്ചിൻ കൂടിനുള്ളിൽ പറന്നിറങ്ങുമെന്നും അവളിൽ നിന്ന് എങ്ങനെ ഓടി ഒളിക്കുമെന്ന് അവനും ആലോചിച്ചുകൊണ്ടിരുന്നു. വീടെത്തിയതും ചിഞ്ചു വയറും പൊത്തി രണ്ടുപേരിൽ അണ്ണാക്കിൽ കുത്തിക്കയറ്റി അകത്തേക്കൊരു ഓട്ടമായിരുന്നു. പോകുന്നതിൽ ദയ തിരിഞ്ഞു പോയിക്കൊണ്ടൊരു തംസപ്പ് കാണിച്ചു. ജീപ്പിൽ നിന്ന് പാക്കറ്റുകൾ എടുക്കുന്ന അവൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു, ഇടറുന്ന കാലടിയോടെ. പാക്കറ്റ് എടുത്ത് തിരിഞ്ഞ കൈകൾ തമ്മിൽ മുട്ടി. ഒരടി പുറകോട്ട് വേച്ചു പോയി. അവനവളെ കടന്നു പോകാനായി ഒരുങ്ങിയതും അവളൊരു ബോക്സ് അവൻ്റെ നേരെ നീട്ടി. നീ വേഗം ചെന്ന് റെഡിയാവും, ഒരു കൂട്ടിൽ നിന്ന് പെണ്ണാണാ വരുന്നുണ്ട്. ആൾക്ക് മുഖം കൊടുക്കാതെ അത്രയും പറഞ്ഞൊപ്പിച്ചവൻ. ആരെ കാണാൻ? ആൾക്ക് പുറംതിരിഞ്ഞവൻ. പയ്യൻ US MBA കാരനാ. അത് നിങ്ങളുടെ കൂട്ടിൽ തന്നെയാ, അടുത്ത മാസം മാരേജ്. ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞു നിർത്തിയവൻ. അത് സ്വയം തീരുമാനിച്ചാൽ മതിയോ? എനിക്കിഷ്ടാവണ്ടേ? എനിക്കിഷ്ടമല്ല. എനിക്ക് തന്റെ മനസ്സിൽ എന്താണെങ്കിലും നടക്കില്ല. എന്റെ മനസ്സിൽ എന്താണെന്ന് ഇച്ചാനെങ്ങനെ അറിഞ്ഞു? ചോദിച്ചുകൊണ്ട് ദേവന്റെ മുമ്പിൽ കയറിയുന്നു. എന്നാൽ അവൾക്ക് മുഖം കൊടുക്കാതെ പാടുപെടുന്ന അവൾ അറിഞ്ഞു. അവൻ മുമ്പോട്ട് നടന്നു. ആ കൈകളിൽ പിടുത്തമിട്ടിരുന്ന ദയ. ആ മാറിലെ ചൂടിലേക്ക് ചായാൻ തോന്നി അവൾക്ക്. എന്നാൽ അവളെ തള്ളി മാറ്റി ആൽബി. എന്താ ഈ കാണിക്കുന്നത്? ഛേ, അവര് വരും, വേഗം പോയി റെഡിയാവാൻ നോക്ക്. എന്നെ മുഖത്ത് നോക്കി പറ, ഞാൻ കേൾക്കാം, അനുസരിക്കാം. എന്തിനീ മുഖം തരാതെ പോകുന്നു? എന്തിനാ എന്നെ കാണുമ്പോൾ ഈ ഒളിച്ചളി? എനിക്ക് പറയാനുള്ള കേൾക്കണം. എന്നോടൊരു വാക്ക് ചോദിക്കാതെ, എന്റെ മനസ്സറിയാതെ. ഞാനോർത്തു എന്നെ മനസ്സിലാക്കുമെന്ന്. എനിക്കെന്റെ കടമ നിറവേറ്റണം. പപ്പ കൊടുത്ത വാക്ക് അതെനിക്ക് നിറവേറ്റണം. അത്രയും പറഞ്ഞുകൊണ്ട് പോവാനായി തിരിഞ്ഞ ആൽബിയുടെ കയ്യിൽ അവൾ പിടുത്തമിട്ടു. എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി ആൽബിച്ച. ഉറച്ചതായിരുന്നു അവളുടെ സ്വരം. പതിയാവിലെ പിടുത്തമയച്ച അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. പെട്ടെന്നുള്ള അവിടെ ആ മാറ്റം തടയാൻ പറ്റിയില്ല ആൽബിക്ക്. കാരണം അവൻ പോലും അറിയാതെ അവൾ അവനിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. എനിക്ക് ഇഷ്ടം, ഈ മനസ്സിൽ എനിക്കൊരു ഇടം തരുമോ? അവളുടെ നെഞ്ചിലെ മിടിപ്പ് അവന്റെ പ്രണയത്തെ തൊട്ടുണർത്തുന്നതായിരുന്നു. അവൻ പോലും അറിയാതെ അവൾക്കായി ഒരു ചിരി വിടർന്നിരുന്ന അവന്റെ ചുണ്ടിൽ. അവളുടെ കൈകളിലെ മുറുക്കം കൂടിയതും ആൽബി നെഞ്ചു നേറിയ വേദനയോടെ അവളെ തള്ളി മാറ്റി. നമ്മൾ തമ്മിൽ ചേരില്ല ദയ, ഒരിക്കലും ചേരാൻ പാടില്ല. തുളുമ്പി വന്ന കണ്ണുനീർ അവൾ കാണാതെ തുടച്ചു. ഒന്ന് നോക്കുപോലും ചെയ്യാതെ തിരിഞ്ഞിടന്നവൻ അവൾക്കായി, അവൾക്കു മാത്രമായി. റൂമിലേക്ക് ഓടി സ്റ്റെപ്പ് കയറുന്ന അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ദയ. എനിക്കറിയണം നമ്മൾ എന്തുകൊണ്ട് തമ്മിൽ ചേരില്ല എന്ന്. അത് കേട്ടതും കാലൽപ്പം പോലും ചലിപ്പിക്കാൻ കഴിയാതെ നിന്നുപോയി ആൽബി. പെട്ടെന്ന് എന്തോർത്ത പോലെ ചിരിച്ചു അവൾ. ഞാൻ മറന്നു, ഞാനാ തെറ്റുകാരി. നിലമറന്ന് സ്നേഹിച്ചു പോയി ഞാൻ ആരാണ് എന്താണെന്നൊന്നും ഓർത്തില്ല. എന്നെ പോലെ ഒരു പഴച്ചവൾ സ്നേഹിക്കരുതായിരുന്നു. എന്നെയൊക്കെ ആരാ സ്നേഹിക്കല്ലേ? പറഞ്ഞതും കരഞ്ഞ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി അവൾ. ആൽബി നോക്കിയില്ല. അവളെ നോക്കിയാൽ അവനറിയാം, നോക്കിയാൽ അവന്റെ പിടിവിട്ടു പോകുമെന്ന്. അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തുമെന്ന്. നിന്നെ എനിക്ക് പ്രാണനാണ് ദയ എന്ന് പറയുമെന്ന്. ദയ മോളെ, ദയ എന്തു പറ്റി മോളെ? ചിഞ്ചു അവിടേക്ക് ഓടി വന്നു. ഇച്ച എന്തു പറ്റി? തിരിഞ്ഞെക്കുന്ന അവനെ നോക്കി ചോദിച്ചവൾ. ഒന്നും മിണ്ടാതെ പൂട്ടിക്കിടന്ന ആ റൂമിലേക്ക് കയറി ആൽബി. വലിയൊരു ശബ്ദത്തോടെ ആ ഡോർ അടക്കപ്പെട്ടു. ദയ കരഞ്ഞോണ്ട് ചിഞ്ചുവിന്റെ മാറിലേക്ക് വീണു. ഞാൻ പൊട്ടിയാ ചിഞ്ചു, എന്റെ മനസ്സിൽ തോന്നിയ ഓരോ പൊട്ടത്തരങ്ങളെ. കരച്ചിലിനിടയിൽ ചിരിക്കാൻ ശ്രമിച്ച അവള്. എന്താ മോളെ, എന്തൊക്കെ നീ പറയുന്നു? ഇച്ചാൻ എന്നതാ പറഞ്ഞേ? ഞാൻ ഇച്ചാന് ചെയ്യില്ലെന്ന് പറഞ്ഞു. ശരിയല്ലേടി, എന്റെ മനസ്സിലെ ഓരോ പൊട്ടത്തരങ്ങളെ. പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി. ഒന്ന് നിന്ന ശേഷം, എനിക്ക് സമ്മതം യുവാത്തിന്, എനിക്ക് പയ്യനെയൊന്നും കാണണ്ട, പറഞ്ഞേക്ക്. എല്ലാം തകർന്നവൾപ്പോൾ അവിടെ നടപ്പ് കണ്ടപ്പോൾ ചിഞ്ചുവിന് ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ തോന്നി. ഇച്ചാ ഡോർ തുറക്ക്, ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും, ദേഷ്യത്തോടെ പറഞ്ഞ് ചിഞ്ചു. എപ്പോ നോക്കിയാലും ഇതിനകത്ത് കയറി അടയിരുന്നോളും, എന്താ ഇതിന് മാത്രത്തിലുള്ളു? ഡോറ് തുറന്നു ആൽബി. ഉടനെ ചിഞ്ചു അകത്ത് കയറി ഡോറടിച്ച് കുറ്റിയിട്ടു. ഇച്ചായ എന്താ ഇച്ചായന്റെ മനസ്സിൽ? വേറെ വല്ല ഇഷ്ടം കൂടി വാ തുറന്നത് പറയും. അല്ല ആ പാത്തിന് ഇങ്ങനെ കരയിപ്പിക്കരുത്. അവൾ ഇച്ചായനെ സ്നേഹിച്ചു പോയി എന്നുള്ള കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. എനിക്ക് ആരോടും ഇഷ്ടമല്ല, എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. അതും പറയാൻ ചെവി പൊത്തി. അവളെ ഏതൊരു ചെകുത്താൻ പിച്ചി ചീന്തിയാണോ ഇച്ചായന്റെ പ്രശ്നം? അവള് വെർജിൻ അല്ലാത്താണോ അവളുടെ കുറവ്? അല്ല, അവളെ അങ്ങനെയാക്കിയ ഞാനാ ചെകുത്താൻ. അവളെ പിച്ചി ചീന്തിയ ചെന്നായ അത് ഞാനാ. ഒരലർച്ചയായിരുന്നു ആൽബി. ആ 4 ചുമരുകൾ കുലുങ്ങുമാറും. കേട്ടത് അത്രയും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നോക്കി നിന്നവൾ. എല്ലാം തകർന്നവളെ പോലെ. ഈച്ചായ
എന്നതാ ഇച്ചാൻ പറഞ്ഞേ? ഇച്ചാത്തെ ഭ്രാന്ത് പറയരുത്. അവളെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അതിന് ചെയ്യാത്ത കുറ്റേൽക്കരുത്. അവൾ നിന്ന് കിതച്ചു. ഇനി ഒരിക്കൽ കൂടി അത് പറഞ്ഞാ അവൾ തന്നെ നേരെ കൈവിരൽ ചൂണ്ടി. ഇച്ചാനാണെന്ന് നോക്കത്തില്ല, ഞാൻ അടിച്ച് കരണം പൊട്ടിക്കും പറഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ കോളിൽ പിടുത്തിട്ടിരുന്ന് ചിഞ്ചു. ഇച്ചായ വിളിച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ച് മുഖത്തോട് അടുപ്പിച്ചു. അവന്റെ മുഖം കണ്ടതേ കൈക്കുമ്പിലെടുത്തിരുന്ന് ചിഞ്ചു. എന്നതാ ഇച്ചായ? നോണ പറഞ്ഞാണെന്ന് പറ. ചിഞ്ചുവിനെ പറ്റിക്കാൻ പറഞ്ഞാണെന്ന് പറയിച്ചായ. വിരുമ്പിപ്പോയിരുന്ന അവള് എന്റെ ദയ ഒരു പാവല്ലായിരുന്നു ഇച്ചായ. എന്നാത്തിനാ ഇച്ചായനിങ്ങനെ ഒരു ചെകുത്താനായത്? നിയന്ത്രണമില്ലാതെ കരഞ്ഞു പോയിരുന്ന ചിഞ്ചു. ഇതൊന്നും അറിയാതെ ആ പാവം മനസ്സിൽ വെച്ച് പൂജിക്കാൻ ഇച്ചായന് അറിയോന്ന് ചിഞ്ചു അലറി. എന്നെ വെറുക്കണം, ആട്ടിപ്പായിക്കണം എന്നെ അവിടെ മനസ്സിൽ നിന്ന്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. ഒരു ഭ്രാന്തനെ പോലെ അലറി ആൽബി. കുറെ നേരം രണ്ടുപേരൊന്നും മിണ്ടിയില്ല. മൗന അവിടെ തളം കെട്ടി നിന്നു. എന്തോ തീരുമാനിച്ച പോലെ അവന്റെ അരികിലേക്ക് വന്ന് ചിഞ്ചു. അവള് എന്റെ ദയം ഒന്നും അറിയണ്ട, പകരം ഇച്ചാനൊരു ശരി ചെയ്താൽ മതി. ഒരേ ഒരു ശരി. അവളെ ഇച്ചാന്റെ കൂടെ നിർത്തണം. ഇച്ചാനൊരു മിന്നു കെട്ടണം. കട്ടിൽ തലക്ക് കൈയും കൊടുത്തിരിക്കുന്ന ആൽബിയുടെ അരികിലായിരുന്നു അവൾ. ഇല്ല, നടക്കില്ല, നടക്കാൻ പാടില്ല ചിഞ്ചു. ഞാൻ അവൾക്ക് ചേരില്ല മോളെ പറഞ്ഞവൻ ചാടി എഴുന്നേറ്റു. അവൾ നീ പറഞ്ഞു മനസ്സിലാക്കണം. ആ മനസ്സിൽ ആൽബർട്ട് ഉണ്ടാവാനേ പാടില്ല. ഈ ചായന്റെ മനസ്സിലോ അവളില്ലേ? ഇല്ല, എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. നോക്കി ചായ, എന്റെ കണ്ണി നോക്കി പറയിച്ചായ. അവൾ തന്നെ മുഖത്തിന് നേരെ അവന്റെ മുഖം തിരിച്ചു. ഇല്ല, അറിഞ്ഞൂടാ. എന്റെ ഈ ചായ നുണ പറയാൻ അറിഞ്ഞൂടാ. ഈ നെഞ്ചിൻകൂടിനുള്ളിൽ അവൾ കൂട്ടുകൂടിയിരിക്കല്ലേ, അതാണ്. ഈ ഒളിച്ചോട്ടെ എന്നാത്തിനായി ചായ പറയൂ. മോളെ മനസ്സുറച്ച് അവളൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിയില്ല മോളെ. പേടിയാ അവളെന്നെ മനസ്സിലാക്കിയാലോ, തിരിച്ചറിഞ്ഞാലോ, ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ട് അവളെന്നെ വിട്ടു പോയാലോ. ഇല്ല, പാടില്ല. പപ്പയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ, അതെനിക്ക് പാലിക്കണം. അവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു. മോള് പോയിക്കോ, ഞാനൊന്ന് കിടക്കട്ടെ. ഈ ചായൻ തെറ്റാ ചെയ്യുന്നു, അല്ല മഹാപാപം. ന്യായീകരണം ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഈ തെറ്റ് തിരുത്തായി ചായ, പ്ലീസ്. ചിഞ്ചു അവനോട് കെഞ്ചി. ഇല്ല, എനിക്കിതിൽ കൂടുതൽ ഇനിയൊന്നും തന്നെ പറയാനില്ല. മോള് പോയിട്ട് നാളെ അവൾക്ക് കൊടുക്കാനുള്ള സാരി സെലക്ട് ചെയ്ത് നോക്ക്, എന്നിട്ട് നാളത്തുള്ള കാര്യങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ അവളെ പുറത്തേക്കാക്കി ഡോറടച്ചു ആൽബി. കട്ടിൽ തളർന്നു കിടക്കുന്ന ദയെ കണ്ടവൻ സഹിച്ചില്ല അവൾക്ക്. എഴുന്നേൽക്ക്, ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഇപ്പൊ ഉണ്ടായി? നിന്നെ വേണ്ടാത്തവരെ നിനക്ക് വേണ്ട. സ്നേഹം അത് പിടിച്ചു വാങ്ങാൻ പറ്റുമോ? ഇച്ചായനം മറന്നേക്ക്, അതൊരു ചെകുത്താനാ മോളെ. അത് കേട്ടത് മുഖമുയർത്തി നോക്കി ദയ. പ്രണയം നൽകിയ വേദന അവൾ തളർന്നിരുന്നു. അവളെ ചേർത്ത് പിടിച്ചു ചിഞ്ചു. ആ പാവത്തിന്റെ സങ്കടങ്ങൾ തന്നെ മാറിലേക്ക് ഒഴുകിയപ്പോൾ ഒരു വേള അവളും തകർന്നുപോയി. എനിക്ക് മറക്കാൻ പറ്റില്ലടി, എനിക്ക് ഇച്ചായൻ എന്റെ പ്രാണനാ ചിഞ്ചു, ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി പറഞ്ഞതു ആർത്തു കരഞ്ഞു ദയ. ചിഞ്ചുള്ള അവിടെ പിടുത്തം മുറുകിയിരുന്നപ്പോൾ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതം ചിഞ്ചു. കാരണം ഇനി എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് പോകണം ഈ ചാനലിൽ നിന്ന് ഒരുപാട് ദൂരേക്ക്. കട്ടിലേക്ക് കിടത്തിയവളെ ചിഞ്ചു പാവം തളർന്നുറങ്ങിപ്പോയിരുന്നു. നീ താങ്ങിലടി മോളെ. നിന്നിൽ മുട്ടിട്ട പ്രണയം അത് നിനക്ക് വേദനകളെ തരൂ. നിന്റെ ഈ നെഞ്ചിന് മുറിവുകളെ തരാനേ കഴിയും. എന്തെങ്കിലും ഒരിക്കൽ നീ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ സ്നേഹിക്കുന്നതിലിരട്ടി നീ തന്നെ വെറുക്കും. അത് നിനക്കും ആ മനുഷ്യനും താങ്ങാൻ കഴിയില്ല. കാരണം ആ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ മോളെ. നിന്റെ ഇച്ഛാന് നല്ലൊരു ഭർത്താവാൻ കഴിഞ്ഞില്ലെങ്കിലോ ഈ ചെറിയ വേദന നിനക്ക് വലിയ സന്തോഷങ്ങളായിരിക്കും കാത്തുവെച്ചിരിക്കുന്നു. ഫ്രഷായി വന്ന ദയ കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. മുഖവും കണ്ണുമെല്ലാം ചുവന്ന് തടിച്ചിരുന്നു. പെട്ടെന്ന് കണ്ണാടിയിൽ അവിടെ പ്രതിബിംബം തെളിഞ്ഞു. ഏയ് ദയ, നീ വെറും പൊട്ടിയാ. ആകാശത്തിൽ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞ് കരയുന്ന വെറും കുട്ടിയായില്ലേ ദയാശങ്കർ. അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. ഇനിയെങ്കിലും മനസ്സിലാക്കുക ദയ, ഒരാൾ പിച്ച് ചീന്തിയ വെറും ചണ്ടിയാണ് നീ. അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ആ പ്രതിബിംബം. പെട്ടെന്ന് ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്ന അവളുടെ ഫോൺ റിങ് ചെയ്തു. അത് കണ്ടത് അവളുടെ മിഴികൾ തിളങ്ങി. ഇന്ദ്ര, നീ എന്ത് വിളിക്കാണ്ടിരുന്ന്? എന്താ കോള് കട്ടാക്കിയത്? ദയാ, അത് എൻ്റെ ഫോണ് പൊട്ടിപ്പോയടാ. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചവൻ. സെയിം ടു യു ഇന്ദ്ര. എൻ്റേതും തകർന്നു. ഫോണല്ല, എൻ്റെ ഹൃദയം, എൻ്റെ പ്രണയം തകർന്നു നുറുങ്ങിപ്പോയി. അത് പറഞ്ഞതൊരു ഏങ്ങലായിരുന്നു. അത് കേൾക്കെ കൂരമ്പുകളായ ആൽബർട്ടിന്റെ ഹൃദയത്തിൽ തറച്ചു. ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമായി ആറു പോലും അറിയാതെ ഒന്നിച്ചേരാനായി ഇരു മനസ്സുകളും വെമ്പൽ കൊണ്ടു. എല്ലാ പ്രണയങ്ങളും അങ്ങനെ പോയിടാറില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷം അതല്ലേ നമ്മുടെ സന്തോഷം. തൻ്റെ പ്രണയം അത് തന്നിൽ തന്നെ എരിഞ്ഞിരട്ടെ. നിനക്ക് നല്ലതേ വരുതയാ. എന്നാ ഞാൻ വെക്കുക. ചെറിയൊരു തലവേദന പോലെ, ഞാൻ നാളെ വിളിക്കാം. അവളുടെ മറുപടി കാത്തു നിൽക്കാതെ ആ ഫോൺ കട്ടായി. ആ സമയം അവളുടെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നിരുന്നു. ഹലോ, ആരാണ്? ദയാ, എനിക്ക് തന്നെ ഒന്ന് കാണണം. നാളെ രാവിലെ കൃത്യം 7 മണിക്ക്. ലൊക്കേഷൻ ഞാൻ പിന്നീട് അറിയിക്കാം. അതും പറഞ്ഞാൽ കോള് കട്ടായതും അവൾക്ക് ഏകദേശം മനസ്സിലായിരുന്നു അതാരാണെന്ന്. പിറ്റേന്ന് രാവിലെ. നീ എവിടേക്ക് പോയി ഇത്രയും രാവിലെ? ചിഞ്ചുവായിരുന്നത്. ഞാൻ അമ്പലത്തിൽ.
എങ്ങനെയൊക്കെ അവൾ പറഞ്ഞൊപ്പിച്ചു. ആഹാ, എന്നാലും നേരത്തെ പറയണ്ടേ? നിക്ക്, ഞാനും വരാം. ചിഞ്ചു, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. എൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കണം. ചെക്കൻ എത്തുന്നതിന് മുമ്പ് ഞാൻ വന്നേക്കാം. തൽക്കാലം ചായനോട് പറയണ്ട. ആ സമയയുടെ മനസ്സിൽ എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചിഞ്ചുവിന്. ഓട്ടോ ഇറങ്ങിയ അയാളുടെ അടുത്തേക്കുള്ള ഓരോ കാലടിയും അവളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി യെല്ലോയിൽ മജന്ത കളർ ബോർഡറുള്ള സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. അതിന് മാച്ചായ മജന്ത കളർ കല്ല് പതിപ്പിച്ച കമ്മലും നെക്ലേസും, കയ്യിൽ വെള്ളക്കല്ലിന്റെ ഒരു വളയും, നെറ്റിയിൽ ചെറിയ കറുത്ത പൊട്ടും. എടി, നീ എന്ത് സുന്ദരിയാ! വരുന്നവൻ ഇന്ന് തന്നെ നിന്നെ കൊണ്ടുപോവോ? ശബ്ദം കേട്ട ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കി അവൾ. അല്ല, ഇതാര്? എന്റെ കൃഷ്ണ എപ്പോ എത്തി? ഒരു കള്ളച്ചിരിയോടെ ഹരിയെ നോക്കി ചോദിച്ചു. ശേഷം ദയാവനരിയിലേക്ക് ചെന്നു. എന്റെ പെണ്ണെ, എന്തോന്നാ ഇത്? വരുന്നവർ നീ ഉരുട്ടി വീഴിക്കോ? ചെക്കൻ വീണിലും വേറെ പലരും വീഴും, ചിരിച്ചുകൊണ്ട് പറഞ്ഞവൾ. എന്നാ നീ ഇപ്പൊ പറഞ്ഞേ? ചിഞ്ചു അങ്ങോട്ട് വന്ന് ചോദിച്ചു. അല്ല, നീ വീഴാൻ റെഡിയായി നിൽക്കുവാണെന്ന് പറയായിരുന്നു. ഹരിയേട്ടനോടെ വാ, എന്ന് താഴേക്ക് വരുന്നില്ലേ? അവരിപ്പോ വരും എന്നും പറഞ്ഞതായ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇവൾക്കിതെന്ത് പറ്റി? ഇന്നലെ ആകെ മൊത്തം ശോകമുഖമായിരുന്നല്ലോ. ഇന്ന് ഇതെന്ത് പറ്റി? വല്ലാത്തൊരു മാറ്റം അവൾക്ക് തോന്നി കാണും. നടക്കാത്ത സ്വപ്നമാണ് കാണുന്നതെന്ന് ഹരി പറഞ്ഞു. അല്ല ഹരി, ഇതങ്ങനെയല്ല. അവളുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്. എനിക്കെന്തോ പേടിയാവുക. ഏയ്, അങ്ങനെയൊന്നുമില്ല, നീ വാ. അവർ താഴേക്ക് ചെല്ലുമ്പോൾ പയ്യനും ബന്ധുക്കളും വന്നിരുന്നു. ആൽബർട്ട് അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു മുറ്റത്തൊരു കാറ് വന്നിരുന്നു. അതിൽ നിന്ന് ഫിലിപ്പ് ആൻസി ഇറങ്ങി. അവരെ കണ്ടത് ചിഞ്ചു ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എന്നാ പിന്നെ പെൺകുട്ടിയെ വിളിച്ചോളൂ. വന്നവരിലൊരു പ്രായം ചെന്ന ആളായിരുന്നു പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഒരു ട്രേയിൽ ചായയുമായി ദയ അങ്ങോട്ട് വന്നു. അവളുടെ ഭാവമാറ്റം കുറച്ചൊന്നുമല്ല എല്ലാവരിലും ഞെട്ടലുണ്ടാക്കിയത്. ഹരിയും ചിഞ്ചുവും പരസ്പരം നോക്കിപ്പോയി. അവളൊരു ചായക്കപ്പ് ആൽബിക്ക് നേരെ നീട്ടി. മോളെ, അങ്ങോട്ടേക്ക് കൊടുക്ക്. ഫിലിപ്പായിരുന്നു അത്. പയ്യനെ തോന്നിപ്പിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് അവൾ കപ്പി നീട്ടി. പെട്ടെന്നായിരുന്നു അങ്ങോട്ടൊരാൾ കയറി വന്ന്. അയാളെ കണ്ടപ്പോൾ എല്ലാവരും ചെറുതായി ഞെട്ടി. ഫാദർ റോഡ്രിഗസ്. അച്ഛനെ കണ്ടത് ആൽബി എഴുന്നേറ്റ് പോയി കാലിൽ തൊട്ടു. എന്താ ആൽബി ഇവിടെ നടക്കുന്നത്? ഫാദറിന്റെ ഗാംഭീര്യം എന്ന് പറഞ്ഞ ശബ്ദം മുഴങ്ങി. അത് ഫാദർ ദയൊരു കൂട്ടി കാണാൻ വന്നിരിക്കുക. പുറകെ കയറി വന്നവരെ കണ്ടത് എല്ലാവരും എഴുന്നേറ്റു. പഞ്ചായത്ത് മെമ്പർ സതീശൻ കഞ്ഞിക്കുഴി, ഒപ്പം കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരും. എന്തു പറ്റി ഫാദർ? പെട്ടെന്ന് എല്ലാവരും കൂടെ. ആൽബി, എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ഫാദർ പറഞ്ഞു. പരാതിയോ? എന്തു പരാതി? ആൽബി ഞെട്ടി. ദയാണ് പരാതി വന്ന്. ആ കുട്ടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന്. ഫാദറിൽ നിന്ന് അത്രയും കേട്ടതും എല്ലാവരുടെയും നോട്ടം ദയയിലേക്ക് നീണ്ടു. എന്നാൽ മുഖം കുനിഞ്ഞ് താഴേക്ക് നോക്കിയാണ് അവൾ നിൽക്കുന്നത്. ഈ കുട്ടിയുടെ അനുവാദമില്ലാതെയാണ് ആൽബി നീ കല്യാണം നടത്തുന്നത്? ഫാദർ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അല്ല ഫാദർ, അത് അവൾക്ക് ഇഷ്ടമായിട്ട് തന്നെയാ. ബാക്കി പറയാമെന്ന് അവന്റെ വാക്കുകൾ മുറിച്ചുകൊണ്ട്. അല്ല ഫാദർ, എനിക്ക് ഇഷ്ടമല്ല. എന്നോട് ചോദിക്കാൻ എന്റെ ഇഷ്ടം അറിയാതെയാ. ആൽബി, ഫാദർ റോഡ്രിഗസിന്റെ ശബ്ദം അവിടെ മുഴങ്ങി, ഒരു ഇടി പോലെ. നീ എന്തൊക്കെയാ പറയുന്നതയാ? ചിഞ്ചു ഓടി വന്ന അവളുടെ തോളിൽ പിടിച്ചു. ഓ, ആള് വിളിച്ചു വരുത്തി കളിയാക്കിയായിരുന്നോ? കാണാൻ വന്ന കൂട്ടിൽ പ്രായം ചെന്ന ഒരാൾ ചൂടായി. മിണ്ടരുത്, നിങ്ങൾ ചുമ്മാതെ ഒന്നല്ലല്ലോ. ദേ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകന്റെയും പിന്നെ ഇതാ ഇവളുടെ പേരിൽ ആൽബിയുടെ സ്വത്തിന്റെ പകുതി എഴുതി വെച്ചോളാന്ന് പറഞ്ഞോണ്ടല്ലേ? അങ്കിൾ പപ്പ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് പറഞ്ഞു തീർക്കാം. ആൽബി ഫിലിപ്പിന്റെ കൈ പിടിച്ച് വേണ്ടാന്ന വിധത്തിൽ തലയാട്ടി. വന്നവരെല്ലാം വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയി. ആൽബി ദേഷ്യപ്പെട്ട് ദയയുടെ നേരെ തിരിഞ്ഞു. ഫാദർ, ഇവള് വെറുതെ പറയുന്ന അങ്ങനെ ആരുമില്ല. ഉണ്ട് ഫാദർ, അങ്ങനെ ഒരാളുണ്ട്. എനിക്ക് അയാളെ ഇഷ്ടം, അയാൾക്ക് എന്നെയും. ആരാന്ന് പറ മോളെ. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം അറിയിച്ച് നമുക്കൊരു മിന്നുകെട്ട് നടത്താം. ആൽബർട്ട് ആന്റണി. ഈ ചായന എനിക്കിഷ്ടം, ഈ ചായന എന്നെ ഇഷ്ടം. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, ഒരു പരിഭവത്തോടെ പറഞ്ഞവൾ. കേട്ടതിനെ ഞെട്ടിലായിരുന്നു ബാക്കിയുള്ളവർ. കേട്ടത് അത്രയും വിശ്വസിക്കാനാവാതെ അവൻ നിൽക്കുന്നുണ്ട്. കണ്ണുകളിൽ ഭയമാണോ ഞെട്ടലാണോ എന്ന് തിരിച്ചറിയാനാവാതെ. ചിഞ്ചു എല്ലാം കേട്ടു നിന്നു. ദയയുടെ ഭാവമാറ്റ അവളിൽ ഭയം സൃഷ്ടിച്ചു. താങ്ങിനായി അവൾ ഹരിയുടെ കൈകൾ മുറുകെ പിടിച്ചു. ഇല്ല, ഇത് സത്യമല്ല. അവള് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൻ ചെവി പൊത്തി. ആൽബി, നീ നിന്റെ മനസ്സിലുള്ള തുറന്നു പറയും മോനെ, ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ. ഫിലിപ്പായിരുന്നു അത് പറഞ്ഞ്. അങ്കിൾ പപ്പ, മിണ്ടരുത് പറഞ്ഞവൻ അയാൾക്ക് നേരെ തിരിഞ്ഞു. ഇച്ചായ, എന്നെ ഇഷ്ടമല്ലേ? ഈ മുഖത്ത് നോക്കി പറയേ. ദയ അവന്റെ കൈ പിടിച്ചു. പെട്ടെന്നുള്ള അവളുടെ മാറ്റത്തിൽ അവൻ കൈകൾ കുടഞ്ഞെറിഞ്ഞു. എന്റെ മുഖത്ത് നോക്കി പറയണം എന്നെ ഇഷ്ടമല്ലാന്ന്, നമ്മളൊരു ബന്ധമില്ലാന്ന്. ഇച്ചായൻ എന്റെ ശരീരത്തിൽ ഒരിക്കൽ പോലും തൊട്ടിട്ടില്ല എന്ന് പറയണം. ആ പറഞ്ഞ അവൾ കരഞ്ഞുപോയി. പറ, പിന്നെ ഞാൻ ഒരിക്കലും കൺമുമ്പിൽ പോലും വരില്ല. ദയ അവന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ഒരക്ഷരം പോലും മറുത്തു പറയാനാവാൻ നിൽക്കാനേ ആൽബിക്ക് സാധിച്ചുള്ളൂ. കാരണം അവൾ പറഞ്ഞ അത്രയും സത്യമായിരുന്നു. ഇവളിത് എന്തൊക്കെയായി പറയുന്നത്? ഹരീഷൻ ദയയുടെ അടുത്തേക്ക് വന്നു. ആൽബർട്ട്, ഇവള് പറഞ്ഞൊക്കെ സത്യമാണോ? ഫാദർ ചോദിച്ചു. ആൽബി ഒന്നും മിണ്ടാതെ നിന്നേ ഉള്ളൂ. കാരണം അവന് ഉത്തരമില്ലായിരുന്നു. ഞാനൊരു കാര്യം പറയാം, വിവാഹം നമുക്ക് ഈ മാസം നടത്താം. ഇല്ല ഫാദർ, പറ്റില്ല. ഈ ചായന ഇപ്പൊ ഈ നിമിഷം എന്റെ കഴുത്തിൽ മിന്നു കിട്ടണം. എനിക്ക് ഈ ചായന വിശ്വാസമില്ല, അതുകൊണ്ടാ.
എന്നെ ചതിക്കും ഫാദർ, എൻ്റെ ഒരു ഉറപ്പിന്. മോളെ കല്യാണം എന്ന് പറയുന്ന കുട്ടികളെയല്ല, അതാദ്യം മനസ്സിലാക്കുക. കുറെ കാര്യങ്ങൾ ചെയ്യാനില്ലേ? എനിക്കറിയാം ഫാദർ, പക്ഷേ എൻ്റെ ഒരു ഉറപ്പിന്. അല്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്നെ പേടിപ്പിക്കും. ഹൈ, അതിന് ഈ സമയത്ത് ഇപ്പൊ താലിക്ക് എവിടെ പോവും? മെമ്പർ സതീശൻ ചോദിച്ചു. എൻ്റെ അടുത്തുണ്ട്. അവൾ ചുരുട്ടിപ്പിടിച്ച കയ്യിൽ നിന്നും താലിയെടുത്തു. ഈ സമയം എല്ലാ കണ്ണുകളും ആ കൈകളിലായിരുന്നു. പതിയെ എല്ലാവരുടെയും നോട്ടം ആൽബർട്ടിലേക്ക് നീണ്ടു. അവന് നേരെ നീട്ടി അവൾ ഒരു മാലയിൽ തൂങ്ങിക്കിടക്കുന്ന താലി. ആൽബി, നീ ഇപ്പൊ ഈ താലി ഇട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഫാദർ ആ താലി അവന്റെ കൈകളിലേക്ക് കൊടുത്തു. ആ കൈകൾ കിടന്ന് വിറച്ചു. അരുതാത്ത എന്തോ സംഭവിക്കുന്നെന്ന് അവന് തോന്നി. ദയയുടെ ഓരോ ഭാവമാറ്റവും ചിഞ്ചുകൾ ഭയമെന്ന വികാരത്തെ ഉണർത്തിക്കൊണ്ടിരുന്നു. വിറക്കുന്ന കൈകൾ അവളില്ലാതെ ചാർത്തുമ്പോൾ അവന്റെ ചൂട് നിശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിക്കൊണ്ടിരുന്നു. ആൽബിയുടെ മുഖം ചുവന്നു തൊടുത്തു. കണ്ണ് രക്തവർണമായി. അവന്റെ കോപം നിയന്ത്രണാതീതമായി. ഒരു കാറ്റുപോലെ അകത്തേക്ക് പോകുന്ന ആൽബിയെ ദയ ചെറുചിരിയോടെ നോക്കി നിന്നു. അവളിലെ ചിരിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നിന്നു ചിഞ്ചു. ആൻസി അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഹരിയും ചിഞ്ചു അവളുടെ അടുത്തേക്ക് വന്നു. ചിഞ്ചു ദയയുടെ കൈ പിടിച്ചു വലിച്ച് അവൾ അവിടെ നിന്ന് മാറ്റി നിർത്തി ചോദിച്ചു, ദയ, എന്തൊക്കെ നീ കാണിച്ചു കൂട്ടുന്നു? ചോദിച്ചുകൊണ്ട് അവളുടെ തോൾ പിടിച്ച് കുലുക്കി. എന്ത്? അതെനിക്ക് ഇഷ്ടമായിട്ട്. ഒരു ചിരിയോടെ തന്നെ മറുപടി കൊടുത്തു അവൾ. കള്ളം പറയാ നീ. ഇപ്പൊ നീ ഇവിടെ കാണിച്ചു കൂട്ടിയത് അത് പ്രണയമല്ല ദയ. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഭയം എഴുതിച്ചിരുന്നു. നീ പറഞ്ഞ ശരിയാ ചിഞ്ചു, ഇത് പ്രണയമല്ല, പ്രതികാരം. അതും പറഞ്ഞ് കണ്ണു ചിമ്മിയ ശേഷം അവളുടെ കവിളിൽ പതിയെ തലോടി ദയ. അതും പറഞ്ഞ് നടന്നവളെ ഒരു മരവിപ്പോട് നോക്കി നിൽക്കാൻ മാത്രമേ ചിഞ്ചുവിന് കഴിഞ്ഞുള്ളൂ. ഒരു താങ്ങിനായി എന്നോണം അവളുടെ കൈകൾ പരതി. എന്നാൽ അപ്പോഴേക്കും ഹരികൃഷ്ണൻ അവളെ അവന്റെ മാറോട് ചേർത്ത് അണച്ചിരുന്നു. ഈ ചായനോട് പ്രതികാരം ചെയ്യാനോ? ഈശ്വര. കാത്തിരിക്കാം. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.